ശ്രീ യദു, ഇവിടെ ആണെങ്കിൽ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തി താങ്കൾ വാഹനം പരിശോധിച്ചു എന്ന് എവിടെയോ ഏതോ ഒരു ഇന്റർവ്യൂവിൽ താങ്കൾ പറയുന്നത് കേട്ടിരുന്നു. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോഴും? കേട്ടില്ല, എന്താണ്? ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാവിലെ തിരിച്ചെത്തി താങ്കൾ നോക്കിയപ്പോഴും ഇതൊക്കെ ഈ സംവിധാനമൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞിരുന്നു ഇടയ്ക്ക് ഏതോ ഇന്റർവ്യൂവിൽ. അങ്ങനെയാണോ? ഉണ്ടായിരുന്നോ അത്? രാവിലെ തിരിച്ചെത്തി സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാനെന്ന് വെച്ച കാര്യം, ഞാൻ വണ്ടിയുടെ അതുവഴി പോയി നമ്മുടെ ATO ഇല്ലേ, ATO കാണാൻ വേണ്ടിയിട്ട് പോയി. ATO കാണാൻ പോയപ്പോൾ വണ്ടി ഫ്രണ്ടിൽ മുൻനിരയിൽ കിടക്കുകയാണ് വണ്ടി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പോയ വണ്ടിയില്ലേ, ഇതിന്ന് സർവീസ് പോയില്ലേ. നോക്കിയപ്പോഴത്തേക്ക് ആ ഡോർ അടച്ചിരിക്കുന്നു, പക്ഷേ ആ യന്ത്രങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ക്യാമറയുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പുറമേ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം വർക്കിംഗ് ആണ്. ക്യാമറ തെളിഞ്ഞ് നിൽക്കുകയാണ്. എല്ലാ സ്ക്രീനിൽ കൂടെ പുറത്തു നിന്നപ്പോഴും കാണാം. അത് ശരിയാണോ? അല്ലെങ്കിൽ ആ സാധനം ഇല്ലെങ്കിൽ ക്യാമറ വർക്കിംഗ് ആണ്. അത് ശരിയാണോ? അന്ന് രാവിലെ 3:30 ബസ് അടുത്ത ട്രിപ്പിന് പോയി എന്നാണ് ലോഗ് ബുക്ക്. യദു, അത് ശരിയാണോ യദു? അന്ന് രാവിലെ 3:30 ഈ ബസ് അടുത്ത ട്രിപ്പിന് പോയി എന്നാണ് ലോഗ് ബുക്ക്. അപ്പൊ അങ്ങനെ 3:30 പോയ ബസ് എങ്ങനെയാണ് താങ്കൾ 9:30 ഇറങ്ങി വരുമ്പോൾ കാണാൻ കഴിയുക? വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ. 10:30 വന്നപ്പോൾ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. വണ്ടി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വല്ല കൺഫ്യൂഷൻ വല്ലതും ഉണ്ടാവുമായിരിക്കും. വണ്ടി ഞാൻ കണ്ടതാണ്. ഇല്ല, KSRTCയുടെ ലോഗ് ബുക്ക് പറയുന്നത് രാവിലെ 3:30 പോയി. രാവിലെ 3:30 ആ വണ്ടി സ്റ്റേഷൻ വിട്ട് അടുത്ത് എവിടെ, തൃശ്ശൂർ എവിടെ പോയി എന്നാണ് അത് ലോഗ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് രാവിലെ ബസ് അവിടെ കാണുക താങ്കൾ? അത് അങ്ങനെ പോയെങ്കിൽ അവിടെ കിടന്ന വണ്ടി ഇപ്പോൾ RPC 101 എനിക്ക് കാണാപ്പാടമാണ്. ഞാൻ ഈ വണ്ടി മിക്കവാറും എടുത്തുകൊണ്ട് പോയിട്ടുള്ള വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ആ ബസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു? കാണാപ്പാടമാണ്. ഈ ലോഗ് ബുക്കിൽ ഈ ലോഗ് ബുക്കിൽ എഴുതിയിരിക്കുന്ന രാവിലെ 3:30 പോയി എന്നതാണോ തെറ്റ്? താങ്കൾ പറയുന്നതാണോ തെറ്റ്? പറഞ്ഞുതരാം. ആ സമയം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. 27. ഒരു സെക്കൻഡ് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അത് രാവിലെ പോയി എന്നാണ് പറയുന്നത്. രാവിലെ ഒരു 3:30 സമയമായപ്പോഴേക്കും പോയി എന്നാണ് ലോഗ് ബുക്ക്. ലോഗ് ബുക്കിന്റെ ആ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഒന്നുകിൽ ചിലപ്പോൾ ലോഗ് ബുക്ക് 28-ാം തീയതി വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. 28. അപ്പോൾ ലോഗ് ബുക്കിൽ എങ്ങനെയാണ് രാവിലെ 3:30? 9:30 ഞാൻ 10:30 സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. 10:30 സ്റ്റേഷനിൽ ഇറങ്ങി എന്തായാലും അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു ഇവിടെ എത്തിയപ്പോൾ എന്തായാലും 10:45 10:50 ആവും. വണ്ടി അവിടെ കിടപ്പുണ്ടായത് 11 മണി വരെ ഞാൻ കണ്ടു. റെജി ലൂക്കോസ്, ഇനിയിപ്പം എന്താ ലോഗ് ബുക്കിൽ പറയുന്ന യദു നുണയാന്ന് പറയുകയാണെങ്കിൽ, ലോഗ് ബുക്ക് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ, രാവിലെ യദു ഈ വാഹനം ഓടിച്ച് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഇതിലെഴുതിയേക്കുന്നത് എവിടെ? സ്റ്റേഷനിലിരിക്കുന്ന യദു. റെജി ലൂക്കോസ്, അല്ല, ഏത് പറയുന്നതാണല്ലോ നിങ്ങൾക്ക് വിശ്വസത? ഇല്ല, വനിത പറയുന്നതിനോട് നിങ്ങൾക്ക് വിശ്വസതയില്ല. ഞാൻ ചോദിച്ചു ലോഗ് ബുക്ക് ആണോ ശരി, ഏത് പറയുന്നതാണോ ശരി താങ്കൾ ചോദിച്ചു. ഈ ലോഗ് ബുക്ക് ശരിയാണെന്ന് താങ്കൾ വാദിക്കുകയാണെങ്കിൽ ഈ ഇതേ യദു സ്റ്റേഷനിലിരിക്കുന്ന യദു അങ്ങോട്ടേക്ക് വണ്ടി ഓടിച്ചുകൊണ്ടുവന്നാണ് അവിടെ എഴുതി കയറ്റി വെച്ചിരിക്കുന്നത്. റജി, ഇന്ന് എമിൻസന്റെ മേലെ പറയുകയായിരുന്നു. പറഞ്ഞു പൂർത്തിയാക്കൂ. ആ ഡ്രൈവർ പറഞ്ഞതും ആഷ്മിയുടെ ചോദ്യത്തിന് ആ ഡ്രൈവർ തന്നെ പറഞ്ഞത് തന്നെ വൈരുദ്ധ്യങ്ങളാണ്. അതുപോട്ടെ, ഇയാൾ ക്ഷമ ചോദിച്ചുകൊണ്ട് കുറ്റസമ്മതം നടത്തിയിട്ട് ഈ മേയറെ അന്ന് രാത്രി തന്നെ വിളിക്കുന്ന ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആ ബഹുമാനപ്പെട്ട മേയറെ ഇങ്ങേര് വിളിക്കുമ്പോൾ ഇങ്ങേര് പറയുന്നു, ഞാൻ മാഡം വളരെ മോശമായിട്ടൊക്കെ വാക്കുകളാണ് ഉപയോഗിച്ചത്. ഇത് നിങ്ങൾ ആലോചിക്കുക, ഒരു മേയറാണെന്നുള്ള പരിഗണന ഉണ്ട്. ഒരു സ്ത്രീ മേയറാണെന്ന് ഇദ്ദേഹത്തിന് പറഞ്ഞില്ല, അവർ സ്വകാര്യ വാഹനത്തിലായിരുന്നു. എന്നോട് ക്ഷമിക്കണം, അവർ ക്ഷമ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, നിങ്ങൾ എന്തുവായി മോശമായ ആംഗ്യം കാണിച്ചെന്ന് ചോദിച്ചു. അവർ 3 തവണ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ മേയർ ചോദിച്ചെന്നല്ലേ ഇല്ലെന്നല്ലേ പറയണേ? പ്രിയപ്പെട്ട ഗോകുൽ എന്ന് മനസ്സിലാക്കണം, നമ്മളൊരു വ്യക്തിയെ ന്യായീകരിക്കുമ്പോൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ ന്യായീകരിച്ചു, അതൊക്കെ സ്വാഭാവിക. ഈ ചെറുപ്പക്കാരന്റെ ഭാഗത്തുനിന്നുണ്ടായ 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ മേയർ ഈ കേരളത്തിൽ കഴിഞ്ഞ ദിവസം എല്ലാം ചർച്ച നടത്തിയ എന്താ, ഈ മേയർ ഇയാളോട് പറഞ്ഞത് നിന്റെ തന്തയുടെ വകയാണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അത് ചോദിക്കുന്ന ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അതിനകത്ത് അവരങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല. അവർ വളരെ മാന്യമായ ഭാഷയിൽ ഒരു മേയറിനെ അന്തസ്സ് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ആംഗ്യ കാണിച്ചത്, ഞങ്ങളോട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൊതുസമൂഹത്തിനോട് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഗോകുൽ നേരെ എന്താ പറഞ്ഞത്, ഇങ്ങനെ ഒരു ആംഗ്യം കാണിക്കുന്നവരോട് വൈകാരികമായിട്ടില്ല പ്രകടിപ്പിക്കാന്നുള്ളത്. ആ വൈകാരികത കാണിക്കാത്തതാണോ ആ മേയർ കാണിച്ച തെറ്റ്? അവരുടെ സംസ്കാരമല്ലേ അവർ കാണിച്ചത്? അവരെ ആ സ്പോട്ടിൽ വെച്ച് തടഞ്ഞില്ല.
അല്ല യുവരാജ് പറഞ്ഞ കാര്യം അത്രത്തോളം ഹ്യൂമിലിയേറ്റിംഗ് ആയി, അത്രത്തോളം ഈഗോ ഹർട്ട് ചെയ്യിക്കുന്ന, അത്രത്തോളം സ്ത്രീ വിരുദ്ധമായ ഒരു ആംഗ്യം കാണിച്ച ഒരാൾ ഫോണിൽ വിളിക്കുമ്പോൾ സമാധാനവും ശാന്തിയുമായി സംസാരിക്കാൻ ഒരാൾ കഴിയോ എന്ന് യുവരാജ് ചോദിച്ചതിന് യുക്തിയുണ്ട് കേട്ടോ. റെജി ലൂക്കോസ് ആ സംഭാഷണം മധ്യേ ചോദിക്കുന്നുണ്ട്, മേയർ അങ്ങ് കാണിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ വളരെ ശാന്തവും സമാധാനവുമായി ഫോൺ എടുക്കുന്നുണ്ട്, ഫോൺ സംസാരിക്കുന്നുണ്ട് അല്ലേ? അവര് വളരെ മാന്യമായിട്ട് ആ ചെറുപ്പക്കാരൻ സംസാരിച്ചു, റാഷായിട്ട് സംസാരിച്ചാൽ നിങ്ങളിപ്പോ ചർച്ച വേറെ രീതി കൊണ്ടുവരെ മോശമായി ആംഗ്യം കാണിച്ച് വൃത്തികേട് കാണിച്ച ഒരാളോട് ഒരു മാന്യത കാണിക്കണ്ട. പറയുന്നത് എന്തുകൊണ്ട് അവർ ആ സ്പോട്ടിൽ പ്രതികരിച്ചില്ല? നിക്കൂ അതെ, എന്തുകൊണ്ട് അവർ സ്പോട്ടിൽ പ്രതികരിച്ചില്ല? സ്ത്രീക്ക് ഒരു വിഷയം ഉണ്ടായ സ്പോട്ടിൽ പ്രതികരിക്കണമല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ നിയമസംഹിതവും. ഇവരെന്തിനാണ് കാത്തിരുന്ന അയാളെ പേര് പരാതി കൊടുക്കാനെന്ന് ചോദിച്ചാലേ. അപ്പൊ എന്ത് തെറ്റ് എന്ത് വന്നാലും അവരാണ് തെറ്റുകാരുത്തി. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഞാനിവിടെ സംസാരിക്കുന്നത് എനിക്ക് ഭാര്യയുണ്ട്, എനിക്കൊരു മോളുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, ഇതുപോലെ എല്ലാവർക്കും ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് 2 ദിവസം ഞാൻ ഉദ്ദേശിക്കുന്നത് ഹാഷ്മിയ അല്ല കേട്ടോ, ഹാഷ്മിയാണ് ആ ചോദ്യം ഇന്നലെ അയാൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി കേരളത്തിന് അന്തരീക്ഷത്തിലുണ്ട്, ആ വീഡിയോ എന്തെങ്കിലും ഉണ്ട്. ഹാഷ്മി ഇവിടെ കേരളത്തിലെ പൊതുസമൂഹത്തിലെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസിന്റെ എഫ്ഐആറിലുള്ള ഒരു ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ അത് വളരെ വൈകിയാണെങ്കിലും കേരളത്തിലെ സമൂഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു നീതി ആഗ്രഹിക്കുന്നില്ല. ഈ മെമ്മറി കാർഡ് പോയതിൽ പോലീസ് അന്വേഷണം ഇല്ലേ? അതെവിടെ എത്താൻ പോകുന്നില്ല റെജി ലൂക്കോസ്. ആ മെമ്മറി കാർഡ് കിട്ടാൻ പോകുന്നില്ല, എഴുതി വെച്ചോ. എങ്ങനെ അതിന്റെ മുന്നനുഭവം എന്താണ്? ഇതിനു മുമ്പ് ഒരു പരാതിയുണ്ട്. ഇതേ മേയറുടെ ഒപ്പും ഇതേ മേയർ ലെറ്റർ പാഡിലും ആരോ എഴുതിയൊരു വ്യാജക്കത്ത്. അന്ന് ഇതേ മേയർ അന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പോയി DGPയെ വിളിച്ചു വരുത്തി കൊടുത്ത പരാതിയാണ്. അത് ക്രൈംബ്രാഞ്ചിന് കൈമാറി. മാസം 10 ആർക്കേലും അറിയാവോ ആരാ വ്യാജക്കത്ത് എഴുതിയെന്ന്? അന്വേഷണം ചത്തു. അതുപോലെ ഈ മെമ്മറി കാർഡ് പരിശോധന അന്വേഷണത്തിന് ആയുസില്ല. റെജി ലൂക്കോസ് എഴുതി വെച്ചോ, കിട്ടാൻ പോകുന്നില്ലത്. നിങ്ങൾ കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് താൻ കാണിച്ച തെറ്റുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ചെറുപ്പക്കാരൻ അത് ചെയ്യാൻ മേലെന്നുണ്ടോ? ഞാനത് ആരോപിക്കുന്നൊന്നുമല്ല. അയാളെയും ചോദ്യം ചെയ്യണം, അയാൾക്ക് എന്നെ രക്ഷപ്പെടാം. അയാൾ തന്നെ പറ്റിയ 2 കാര്യം കൂടെ എന്റെ നേരെ മുകളിലാണ് ഈ മെമ്മറി കാർഡിന്റെ സാധനം ഇരിക്കുന്നുണ്ടല്ലോ. അയാൾ 2 ദിവസം നിങ്ങൾ കൊടുത്ത റെജി ലൂക്കോസ് ഈ പോലീസിന് കൊടുത്ത പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്ത പരാതിയിൽ റെജി ലൂക്കോസ് DGPക്ക് കമ്മീഷണർക്ക് മനുഷ്യാവകാശ കൊടുത്ത പരാതിയിൽ എന്തു പറയുന്നു? 3 ക്യാമറയുണ്ട്, ആ ക്യാമറ പരിശോധിച്ചാൽ സത്യം അറിയാം. അപ്പൊ ഇയാൾ മെമ്മറി കാർഡ് എടുത്ത് വെച്ചാൽ ഇയാൾ എഴുതി വെക്കുമോ? അത് യുക്തി വേണ്ടേ റെജി ലൂക്കോസ് പറയുന്നതിൽ? ഞാൻ പറഞ്ഞല്ലോ വിദഗ്ധനായ ആൾ, ഇതിനു മുമ്പ് പല ക്രിമിനൽ കേസിൽ അകപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ള വിദഗ്ധനായ ഒരാള് ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കേസ് കൊടുത്തിരിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെ പേരിൽ കൊടുത്ത ഒരു താനൊരു സ്ത്രീയെ ലൈംഗിക ആംഗ്യം കാണിച്ചു. അല്ലെ എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു പോകാതെ ഞാൻ ഒരാളെ ഉള്ളൂ ഈ ചർച്ചയിൽ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ആ ഒരു സ്വാതന്ത്ര്യം അനുവദിക്കേ. ഇത് കേരളീയ പൊതുസമൂഹം കേട്ടോണ്ടിരിക്കുന്ന നാളെ നമുക്ക് പുറത്തിറങ്ങേണ്ട ആർക്ക് വേണ്ടി നമ്മൾ വാദിക്കുന്നത്? ആ സഹോദരിക്ക് വേണ്ടിയിട്ടാണോ? ഇതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ചെറുപ്പക്കാരന് വേണ്ടിയിട്ടാണോ? നിങ്ങൾ 2 വിശ്വാസം. അതുകൊണ്ടാണല്ലോ ഇയാൾക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടായെന്ന് ഞാനിപ്പോ കേട്ടെ. ഇയാളൊക്കെ എങ്ങനെ സ്വീകരണത്തിലൊക്കെ വിളിച്ചിരിക്കുന്നു. കേരളീയ പൊതുസമൂഹത്തിന് 2ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. ഒരു ക്രിമിനലിനെയും ഒരു സ്ത്രീ പീഡകനെയും വാനോളം പുകഴ്ത്തുന്ന ഒരു സമൂഹമായിട്ടും അല്ലാതെ കണ്ട് സ്ത്രീയുടെ വശത്ത് സമൂഹമായിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിനെ 2ആയി ഡിവൈഡ് ചെയ്യാനാണ് നിങ്ങളെ പോലുള്ള ശ്രമിക്കുന്നത്. ബ്രിജ്ഭൂഷണെ പോലുള്ള വ്യക്തി, ഞാൻ ബ്രിജ്ഭൂഷണെ പോലൊരു വ്യക്തിയെ BJP എന്നോട് ചോദിക്കുകയാണ് നേരത്തെ 2 കാര്യങ്ങള്. പറയുമ്പോൾ ന്യായമായിട്ടുള്ള കാര്യം നമുക്കൊക്കെ ഒരു കടമയുണ്ട്. ഇയാളെ പോലുള്ള ഭാര്യമാരുണ്ട്, അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇത്ര ക്രിമിനലുകളെ താങ്കൾ സ്ത്രീ പീഡനം പോലുള്ള ഗുരുതര വാക്കുകൾ ഉന്നയിക്കുമ്പോൾ അത് യദുവിന് പറയാൻ അവകാശമുണ്ട്. യദു എന്താണ്? ഞാൻ സ്ത്രീ പീഡനം പോലെയുള്ള കേസില്ലേ, എനിക്കും എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിമാരൊക്കെ എനിക്കും ഉണ്ട്. അത് സഖാവ് ആലോചിച്ചാൽ കൊള്ളായിരുന്നു. പിന്നെ ഈ സ്ത്രീകൾക്ക് വേണ്ടി സഖാവ് ഇങ്ങനെ ഘോരം പറയണേ. നിങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ പാർട്ടി ഞാൻ പറയുന്നില്ല, പാർട്ടി ഒരിക്കലും കുറ്റം പറയുന്നില്ല. അകപ്പെട്ടെന്നല്ല സഖാവിനെ പോലെ ഇഷ്ടം പോലെ പീഡന കേസിലും ഞാനൊരു കാര്യം പറയട്ടെ. സഖാവ് അലച്ച് പേടിപ്പിക്കാൻ നോക്കണ്ട, പേടിപ്പെടുത്താൻ നോക്കണ്ട, പേടിക്കില്ല. പേടിപ്പിക്കൊന്നും വേണ്ട.
ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. സഖാവിന് എവിടെ വേണമെങ്കിലും തിരക്കാം. എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ 3 വർഷം പഠിച്ചതാണ് കേട്ടാ. സഖാവിന് വേണമെങ്കിൽ തിരക്കാം. ഞാൻ ഇത്രയും നേരം നിങ്ങൾ ഇത്രയൊക്കെ അനാവശ്യം നിങ്ങൾ ഓരോ ചാനലിൽ നിങ്ങളുടെ ഈ ആളുകൾ പറഞ്ഞിട്ട് പോലും ഞാൻ പ്രതികരിക്കാതെ മാന്യതയില്ലാതെ സംസാരിക്കരുത്. പ്രസ്ഥാനത്തിന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ അവസരം പറയട്ടെ, എന്റെ ഒരു മാന്യതയുടെ പുറത്താണ്